ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 22-ൻ്റെ 13 മുതൽ അവസാന ഭാഗം വരെ. ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും, ആദിയും അന്തവും ആകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവും ആകുന്നു. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഇത് സാക്ഷീകരിക്കുന്നവൻ, അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ, വരേണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇതിൻ്റെ ആരംഭം മുതൽ മുടങ്ങാതെ ശ്രദ്ധയോടെ ഈ ഡിവോഷനിൽ സംബന്ധിച്ച ധാരാളം ആളുകളുണ്ട്. സംശയങ്ങൾ ചോദിച്ചവരുണ്ട്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ പ്രതീക്ഷയുള്ളതാക്കി പിടിച്ചു നിർത്തുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ യോഹന്നാനിലൂടെ നമുക്ക് ലഭിക്കുന്ന ദർശനമാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗം വളരെയധികം ആർജവത്തോടുകൂടി നടത്തുന്ന ആഹ്വാനമാണ്. 7-ാം വാക്യത്തിൽ നമ്മൾ കണ്ട്, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. വചനം പ്രമാണിച്ച് ജീവിക്കുക എന്നതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. അങ്ങനെയുള്ള വ്യക്തികൾക്കും സഭകൾക്കുമാണ് നിത്യജീവന്റെ സുവിശേഷം പ്രസംഗിക്കാനുള്ള ഭാഗ്യവും അവസരവും ലഭിക്കുന്നത്. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഇത് ക്രൈസ്തവ സാക്ഷ്യത്തിനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വവും ആഹ്വാനവുമാണ്. വചനം കേൾക്കുന്നവർക്ക്, അത് ലഭിച്ചിട്ടില്ലാത്തവർക്ക് വചനം പങ്കുവെക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗം സഭയുടെ ആരാധനയുടെ ഭാഗമാണ്. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരേണമേ. ഇത് നൂറ്റാണ്ടുകളായി സഭ നടത്തുന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയോടെ വേണം വെളിപ്പാട് പുസ്തകത്തെ പഠിക്കാനും വ്യാഖ്യാനിക്കാനും. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം ഒരുപാട് ദുർവ്യാഖ്യാനങ്ങളിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ പോയിട്ടുള്ള ഒരു പുസ്തകമാണ്. ചരിത്രപരതയെ കണ്ടെത്താതെ എന്തൊക്കെയോ വ്യാഖ്യാനങ്ങൾ നടത്തി ആത്മീയരുടെ ചിന്തയെ ചൂഷണം ചെയ്തിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ എപ്പോഴും
വർത്തമാനകാല സാഹചര്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മാത്രമേ ഭാവി കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ വേദഭാഗങ്ങൾ ദർശനങ്ങളുടെ വിശദീകരണങ്ങളാണ്. അതെല്ലാം വിരൽ ചൂണ്ടുന്നത് ദൈവത്തിൻ്റെ ആത്യന്തികമായ ശക്തിയെയാണ്. അത് കർത്താവിൻ്റെ രാജ്യത്വം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതിൻ്റെ തുടക്കമാണ്. വളരെയധികം പീഡനങ്ങളിലൂടെ കടന്നുപോയ സഭ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കാൻ നൽകുന്ന ശക്തമായ ആഹ്വാനവും ദർശനവും യോഹന്നാനിലൂടെ നൽകുകയാണ്. ആസിയയിലെ 7 സഭകൾക്ക്, എന്നാൽ 7 സഭകൾ മാത്രമായിരുന്നില്ല, ഏറെക്കുറെ 13 സഭകൾ അന്ന് യോഹന്നാൻ്റെ കാലത്ത് ആസിയയുടെ പല ഭാഗത്തുണ്ടായിരുന്നു. എന്നാൽ 7 സഭകൾക്ക് മാത്രമാണ് ഇത് ഒരു സർക്കുലറായി അയച്ചു കൊടുക്കുന്നത്. വേഗം എത്തിച്ചേരാൻ സാധിക്കുന്ന തുറമുഖങ്ങളോട് ചേർന്നുള്ള സഭകൾക്കാണ് ഇത് എത്തിക്കുന്നത്. എന്നാൽ ഇതൊരു പൊതു ആഹ്വാനമായി, ദർശനമായി പിന്നീട് സഭകൾക്ക് ലഭിക്കുകയും ചെയ്തു. വേദപുസ്തകത്തിലെ മറ്റ് പുസ്തകങ്ങളിലെ പോലെ വെളിപ്പാട് പുസ്തകത്തിലും ഒരുപാട് പ്രതീകങ്ങളും അടയാളങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ അനുപമമായി കാണുന്ന ഒരു കാര്യം, ഈ അടയാളങ്ങളും പ്രതീകങ്ങളും അന്നത്തെ ചരിത്ര സംഭവങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ചരിത്ര സാമൂഹിക സംഭവഗതികളുടെ പശിമ ചേർന്ന തരത്തിലാണ് വെളിപ്പാട് സാഹിത്യം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു മിസ്റ്റിക് ഭാവം, അതായത് ഒരു നിഗൂഢത നഷ്ടപ്പെടുത്താതെ ഒരു അർത്ഥതലങ്ങൾ വായനയിലൂടെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിക്കുന്ന കാര്യം, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ് യോഹന്നാൻ ലഭിക്കുന്നത്. ദൈവിക ദർശനത്താൽ ഭയപരവശനായി തീർന്ന യോഹന്നാൻ ആത്മവിവശതയിൽ കാണുന്നതും മനസ്സിലാക്കുന്നതുമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. യേശുക്രിസ്തു എല്ലാ ശക്തികൾക്കും അതീതമായി വാഴ്ചകളെയും അധികാരങ്ങളെയും നിയന്ത്രിക്കുന്ന ശക്തിയായി നിലകൊള്ളുന്നതിനാൽ ഈ വെളിപ്പാടിന് നല്ല പ്രസക്തിയുണ്ട്. അന്നത്തെ പ്രധാന പുതിയ നിയമ സുവിശേഷ ചിന്താധാരകളായ പൗലോസ് പഠനവും സമവീക്ഷണ പഠനവും പത്രോസിനെ കുറിച്ചുള്ള പഠനവും എല്ലാം യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെയും വ്യക്തിത്വത്തെയും വളരെ സൂക്ഷ്മമായി വിലയിരുത്തുകയും അടിയുറച്ച ഒരു ക്രിസ്റ്റോളജി അല്ലെങ്കിൽ ക്രിസ്തു വിജ്ഞാനീയം പ്രദാനം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ, ദൈവമാണ് ഒന്നാമനും ഒടുക്കത്തവനും. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തോടുള്ള സാന്നിധ്യത്തിൽ നിന്ന്, സമ്പർക്കത്തിൽ നിന്ന്, ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ മനുഷ്യർ, അത് കർത്താവിലൂടെ നമുക്ക് തിരികെ ലഭിക്കുന്നു എന്നതാണ് വെളിപ്പാടിൻ്റെ ഒരു സൂചന. ജീവവൃക്ഷത്തിൻ്റെ ഫലം ജയിക്കുന്നവർക്ക് നൽകുന്ന വലിയ ദർശനം ആരംഭം മുതൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇവിടെയും ജീവവൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകാൻ എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത്? തങ്ങളുടെ വസ്ത്രം അലക്കി വെളുപ്പിച്ച് പ്രവേശിക്കുക. ആരാണ് യോഗ്യന്മാർ? വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്നു, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ സിംഹാസനത്തിന് മുൻപാകെ നിൽക്കാനുള്ള യോഗ്യതയായി അത് കണക്കാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ യോഗ്യത
യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ജീവിതമാകുന്ന അങ്കി അലക്കി വെളുപ്പിക്കുക എന്നതാണ്. ആർക്കൊക്കെയാണ് അത് ലഭിക്കുക? ആർക്കാണ് ലഭിക്കാത്തത്? ക്ഷുദ്രക്കാർ, ദുർനടപ്പുകാർ, കൊലപാതകന്മാർ, ബിംബാരാധികൾ, പോഷ്കിൽ പ്രിയപ്പെടുന്ന, അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. ദൈവവചനത്തിന് വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്ന എല്ലാവർക്കും ഇത് നിഷിദ്ധമാണ് എന്ന് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുമ്പോൾ വേഗം വരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഇത് അവസാനിപ്പിക്കുന്നത് ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സമൂഹമാണ് ക്രൈസ്തവ സഭ. കാത്തിരിപ്പിൻ്റെ സമൂഹമാണ്, അയക്കപ്പെട്ട സമൂഹമാണ്. അയക്കപ്പെട്ട സമൂഹം തങ്ങൾ എന്തിനു വേണ്ടി അയക്കപ്പെട്ടുവോ അതെല്ലാം കൃത്യമായി നിർവഹിച്ച് തങ്ങളുടെ ജീവിതത്തിൻ്റെ അങ്കി യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ അലക്കി വെളുപ്പിച്ച് ആ മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന സമൂഹമാണ്. വളരെ ധൃതിയോടെ കാത്തിരിക്കുന്നു, ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അങ്ങനെ കാത്തിരിക്കുന്ന സമൂഹത്തിൻ്റെ ഭാഗമാക്കി ദൈവം തമ്പുരാൻ നമ്മളെ മാറ്റിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരുണയിലും കൃപയിലും ആശ്രയിച്ച് ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങൾ പ്രവേശിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ ആവശ്യങ്ങളിലും ജോലിവേലകളിലും യാത്രകളിലും കർത്താവിൻ്റെ കരുതലും കരുണയും കൂടെ ഇരിക്കണമേ. ഇടറിപ്പോകാതെ വണ്ണം കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് കഴിഞ്ഞ അനേക ദിവസങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലൂടെ ധാരാളം കാര്യങ്ങൾ പങ്കുവയ്പ്പാൻ ദൈവം തമ്പുരാൻ ഇടയാക്കിയല്ലോ. അത് ജീവിതത്തിൻ്റെ അർത്ഥപൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതിയ ലക്ഷ്യബോധത്തിൻ്റെയും ഒക്കെ ദിനങ്ങളെ അവിടുന്ന് നൽകണമേ. യേശു മശീഹയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കാവലും അനുഗ്രഹവും ആലോചനയും നാം എല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.